കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ഒരു ചിന്ത നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കരീത്ത് തോട്ടിന്റെ സാക്ഷ്യം. അതിപ്രകാരമാണ്: 3 വർഷം കൊണ്ട് ദേശത്തെ സകല ജലാശയങ്ങളും വറ്റിപ്പോയി. എന്നാൽ ആരാലും ഗണ്യമാകാതെ ഇരുന്ന എന്നെ മാത്രം ദൈവം ഓർത്ത് കരീത്ത് തോട് എന്ന പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. കല്ലുകളും മുള്ളുകളും കുറ്റിക്കാടുകളും ഒക്കെയായിരുന്നു എൻ്റെ കൂട്ടുകാർ. അങ്ങനെ ഒരു ദിവസം തോൽവസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ എൻ്റെ തീരത്ത് വന്നിരുന്നു. സാധാരണ ആരും തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്ന ഒരു ചെറിയ തോടാണ് ഞാൻ. എങ്കിലും ആ മനുഷ്യന്റെ വരവ് എന്നെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ ഇരിക്കെ ദൈവം എന്നോട് പറഞ്ഞു, നോക്കൂ, ഈ ദേശത്തെ ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ടുപോയി. നിന്നിൽ മാത്രം ഞാൻ കുറച്ച് വെള്ളം തന്നിട്ടുണ്ട്. അതിന് കാരണം എന്റെ ദാസൻ കുറച്ച് നാളത്തേക്ക് നിന്റെ അടുക്കൽ കാണും. നിന്നെ ഉപദ്രവിക്കുകയില്ല. എന്റെ ദാസൻ ചില നാളുകളിലേക്ക് നിന്നിൽ നിന്ന് വെള്ളം കുടിക്കും. ഞാൻ എന്റെ ദാസനെ എന്ന് അയക്കുമെന്ന് നീ തിരിച്ചറിയും. അതായത്, നിന്നിലെ വെള്ളം വറ്റിത്തീരാറാകുമ്പോൾ എന്റെ ദാസനെ മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ അയക്കും. അതുവരെ അദ്ദേഹം നിന്നോടൊപ്പം ഉണ്ടാകും. കരീത്ത് തോടിന് എന്തെന്നില്ലാത്ത സന്തോഷം. ആരും തിരിഞ്ഞു നോക്കാതെ കല്ലും മുള്ളും കുറ്റിക്കാടുകളും മാത്രം എനിക്ക് കൂട്ടായിരുന്നിടത്ത് എന്റെ സൃഷ്ടാവായ ദൈവം ഒരു ഭക്തനെ എനിക്ക് കൂട്ടനയച്ചിരിക്കുന്നു. ഞാൻ ദിവസവും അദ്ദേഹത്തെ നിരീക്ഷിക്കുമായിരുന്നു. രാവിലെയും വൈകിട്ടും കാക്കയാണ് അദ്ദേഹത്തിന് ആഹാരം എത്തിക്കുന്നത്. അത് കഴിച്ചു കഴിയുമ്പോൾ എന്നെ നോക്കി ചിരിക്കും. എന്നിട്ട് എന്നിൽ നിന്നും അദ്ദേഹം വെള്ളം കോരി കുടിക്കും. ഒരു പക്ഷേ അദ്ദേഹം കുടിക്കുന്നത് മൂലം വെള്ളം കുറഞ്ഞു പോകുമെന്ന് എനിക്ക് ഉള്ളിൽ ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോഴേക്കും വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചിരിക്കും. ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ ദൈവഭക്തൻ തനിക്കുള്ള സകലവും സ്വരൂപിച്ച് എന്നോട് യാത്ര പറഞ്ഞു പോയി. ആ നിമിഷം മുതൽ എന്നുള്ള വെള്ളം എല്ലാം വറ്റിപ്പോയി. ഒന്നിൽ ഞാൻ ആശ്വസിച്ചു. ഒരു ഭക്തനെ പുലർത്തുവാൻ ദൈവം എന്നെയും ഉപയോഗിച്ചുവല്ലോ എന്ന്. ദൈവത്തിന് വേണ്ടി ആരെ ഏൽപ്പിച്ചു കൊടുക്കും, അവരെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കും എന്നുള്ളതാണ് ഈ ചിന്തയിലൂടെ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആരെല്ലാം നമ്മളെ തിരിഞ്ഞു നോക്കാതെ ഇരുന്നാലും ആ സമയത്ത് ദൈവം നമുക്ക് വേണ്ടി കൂട്ടിന് ഒരു ദൈവഭക്തന്മാരെ അയക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അയാൾ കരീത്ത് തോട്ടിന്റെ സാക്ഷ്യം നമ്മുടെ സാക്ഷ്യമാകട്ടെ. വരും കാലങ്ങളിൽ കർത്താവിന് വേണ്ടി അധികം ശോഭിക്കാം. കർത്താവെ, എന്നെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. മറ്റാർക്കും ലഭിക്കാത്ത പദവികൾ ദൈവം നൽകിത്തന്ന്